എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഭക്തി നിർഭരവുമായ ഒരു ദിവസമായിരുന്നു ട്ടോ. ഞങ്ങളുടെ മകന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന അഗസ്ത്യ വഴിപാടിന്റെ പ്രസാദം സ്വീകരിക്കാനായിട്ടാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് വന്നത്. തലേദിവസം തന്നെ ഗുരുവായൂരെത്തി. ഗുരുവായൂർ എത്തുമ്പോഴൊക്കെ മനസ്സിലൊരു പ്രത്യേക ഒരു ശാന്തതയാണ് അനുഭവപ്പെടല്. ഭക്തരുടെ തിരക്കും ക്ഷേത്ര പരിസരത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷവും കണ്ടാൽ തന്നെ മനസ്സ് ഗുരുവായൂരപ്പനിൽ അങ്ങോട്ട് ലയിച്ചു പോകൂലേ. ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് അവിടെ എൻ്റെ അമ്മായിയും അമ്മായിയുടെ ചേച്ചിയും ചേച്ചിയുടെ മകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സമയം അവരുടെ ഫ്ലാറ്റിലൊക്കെ ഞങ്ങൾ ചെലവഴിച്ചു. പിന്നെ ഗുരുവായൂർ വെച്ച് ഞങ്ങൾ വീണ്ടും കാണുകയായിരുന്നു. കാരണം ആ അമ്മായിയാണ് എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മായിയുടെ കൂടെ തന്നെ ഗുരുവായൂരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ എനിക്ക്. ഗുരുവായൂർ ടെമ്പിൾ എന്ന മഹാക്ഷേത്രത്തിലേക്ക് ഓരോ തവണ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. ബാലകൃഷ്ണ സ്വരൂപനായ ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോൾ എല്ലാ വിഷമങ്ങളും അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും. ശരിക്കും അങ്ങനെ അനുഭവപ്പെടാറില്ലേ? അനുഭവപ്പെടുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഞങ്ങളുടെ മകന്റെ പേരിൽ നടത്തിയിരുന്ന അഹസ്യ വഴിപാടിന്റെ പ്രസാദം സ്വീകരിക്കുക എന്നതിലുപരി അന്നൊരു 18 പ്രദക്ഷിണം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണുമല്ലോ. വേദമന്ത്രങ്ങളുടെ പാരായണവും പ്രാർത്ഥനകളും ഉൾപ്പെടുന്ന ഈ വഴിപാട് ഭഗവാന്റെ അനുഗ്രഹം കുടുംബത്തിനും മക്കൾക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടാണ് സാധാരണ നടത്തുന്നത്. അഹസ്യ വഴിപാട് എന്താണെന്നും എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. വഴിപാടിന്റെ പ്രസാദം ലഭിച്ചപ്പോൾ അത് വളരെ ഭക്തിയോടെയും സന്തോഷത്തോടെയുമാണ് സ്വീകരിച്ചത്. പ്രസാദങ്ങളൊന്നും കുഴയാതെ ഓരോന്നും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അമ്മായിയെ കൊണ്ട് തന്നെ ഞാൻ പ്രസാദം ഓരോന്നായിട്ട് എടുപ്പിച്ചു. ഓരോ പൊതിയിലും ഭക്തിയുടെ ഒരു കഥ തന്നെ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന്റെ അടയാളമായി ലഭിക്കുന്ന ഈ പ്രസാദങ്ങൾ വെറും ഒരു ഭക്ഷണ വസ്തുക്കളല്ല, ഭഗവാന്റെ കൃപയുടെ പ്രതീകങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പ്രസാദങ്ങൾ ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു ചിന്തയുണ്ടായി. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ വഴിപാടും ഓരോ നേർച്ചയും സ്നേഹത്തിന്റെ ഭാഷ തന്നെയല്ലേ. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥനകൾ ഗുരുവായൂരപ്പൻ കേൾക്കാതിരിക്കില്ല എന്ന വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് മടങ്ങാറ്. ചിലർക്ക് മനഃശാന്തിയാണ് ലഭിക്കുന്നത്, ചിലർക്ക് പ്രതീക്ഷ ലഭിക്കും, ചിലർക്ക് ജീവിതത്തിൽ പുതിയൊരു തുടക്കം തന്നെ ലഭിക്കും. എത്ര തവണ പോയാലും വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരു ശക്തി തന്നെയല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ. ഈ അഹസ്യ വഴിപാടും അതിന്റെ പ്രസാദ സ്വീകരണവും ഞങ്ങളുടെ കുടുംബത്തിന് മറക്കാനാവാത്ത ഒരു അനുഭവമായി തന്നെയായി മാറി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ആ ദിനം പൂർത്തിയാക്കി. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയട്ടെ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പന് ശരണം. നന്ദി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ബൈ.